മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ഒരാൾ കടന്നു വരികയാണ്. എങ്ങനെയാണ് വരുന്നത് എന്നറിയുമോ? വല്ലാത്ത കടമുള്ളവരായിട്ടാണ്. പടച്ചവനെ, വീട് മുഴുവനും കടമായിട്ട് വിറ്റുപോവുകയാണ്. വർഷങ്ങളോളം വീടില്ലാതെ നടന്നിട്ട് ഒരു മനുഷ്യന്റെ വീട് കുറച്ച് സമ്പത്ത് കൊണ്ട് വാങ്ങിയിട്ടുള്ളതാണ്. കുറച്ച് സമ്പത്ത് കൊണ്ട് വാങ്ങിയിട്ടുള്ളതാണ്. വീടത വേടിച്ച് കണ്ണുനീരിൽ കൊഴിഞ്ഞാനേ അണപൊട്ടിച്ചാരെ ഒലിച്ച പാരിൽ കരഞ്ഞാനേ പുന്നാരപ്പൂമൊത്ത മുസ്തഫാന് ബിൻ വാക്കാലേ പരിപൂർണരായുള്ള ത്വാഹനൂറിൽ ഉദിത്താരേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ റിസാലത്തിന്റെ അതരങ്ങളിലൂടെ അടർന്നു വീണ അമൂല്യമുത്തുകൾ ലോകത്ത് വിതറിക്കൊടുത്തപ്പോൾ ആവേശത്തോടെ നെഞ്ചകത്തേറ്റി മഹാമനുഷ്യാണ് ഇന്നതാ കടത്തിന്റെ കെണിയിൽ പെട്ടുപോയി വീട് വിറ്റുപോവുകയാണ്. അങ്ങനെ ഒരു വാടക വീടിന്റെ അകത്തട്ടിൽ പോയിരിക്കുകയാണ്. അല്ലാഹുവേ, നീറുന്ന മനസ്സോടെ കരയുകയാണ്. അങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നിട്ട് ദുആ ചെയ്തു, അല്ലാ, ഏതൊരു മക്കളുടെ വേദനയും സ്വന്തമായിട്ട് വീടില്ലാത്തപ്പോഴാണ്, ഏതൊരു ഭർത്താവിന്റെ വേദനയും സ്വന്തമായി വീടില്ലാത്തപ്പോഴാണ്, ഏതൊരു ഭാര്യയുടെ വേദനയും സ്വന്തമായിട്ട് ഒരു വീടില്ലാത്തപ്പോഴാണ്. സ്വന്തമായിട്ടൊരു വീടുണ്ടെങ്കിൽ അതിൽ വേവിച്ച് കുടിച്ചാലും കഴിച്ചാലും കഴിച്ചില്ലെങ്കിൽ ഒരാളും നമ്മളെ ഒന്നും പറയൂല, ഒരാളും നമ്മളെ ഇറക്കി വിടൂല്ല. അങ്ങനെ വീടിന്റെ അകത്തട്ടില് വാടക വീടിന്റെ ഉള്ളില് അവിടെ കടന്നിരുന്നിട്ട് ദുആ ചെയ്യാൻ നേരം പറഞ്ഞു, അല്ലാഹുവേ, ഇത് പരിശുദ്ധമായ റജബാണ് റബ്ബേ, അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മൗജൂദ് ഫീ കുല്ലി സമാൻ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മഅബൂദ് ഫീ കുല്ലി മകാൻ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മദ്കൂർ മിൻ കുല്ലി ലിസാൻ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മഅറൂഫ് ബിൽ ഇഹ്സാൻ എന്നുള്ള പരിശുദ്ധമായ ആ ദിക്ർ അങ്ങനെ ചൊല്ലിയിട്ട് പൊട്ടിയങ്ങ് കരഞ്ഞു. ഭാര്യ അരികത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, മോളെ, ഞാൻ അവിടെ നിന്ന് കടത്തിന്റെ കെണിയിലാണ്, ഞാൻ വാടക വീട്ടിലാണ്. വിളിച്ചിട്ട് ചേർത്തിങ്ങനെ യുദ്ധം പോലെ ചേർത്തിരുത്തിയാരെ ഭാര്യയെ ചേർത്തിരുത്തി തോളത്തെ പിടിച്ച് എന്നിട്ട് ഭാര്യയുടെ കൈ മെല്ലെ അങ്ങ് പിടിച്ചിട്ട് പറഞ്ഞു, മോളെ, ഞാൻ ചൊല്ലിത്തരും പോലെ നീ വന്ന് ചൊല്ലുമോ? ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മൗജൂദ് ഫീ കുല്ലി സമാൻ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മഅബൂദ് ഫീ കുല്ലി മകാൻ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മദ്കൂർ ഫീ കുല്ലി ലിസാൻ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മഅറൂഫ് ബിൽ ഇഹ്സാൻ ലാ ഇലാഹ ഇല്ലല്ലാഹു കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ ഇൻഷാ അല്ലാഹ്. ഇന്ന് അവസാനം നിങ്ങൾക്ക് മുഴുവനും ഞാൻ ഇത് ചൊല്ലിത്തരും. നിങ്ങളെല്ലാവരും ചൊല്ലിയിട്ടല്ലാതെ സദസ്സ് പിരിയില്ല. സഹോദരങ്ങളെ, വീടിന്റെ അകത്തട്ടിൽ നിന്ന് കരഞ്ഞ് 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 കലങ്ങുകയാണ്. അതാ ഒരാൾ വന്നിട്ട് പറയും, എന്തേ പേടിക്കുന്നത്? നിങ്ങളുടെ ബേജാറെന്താണ്? നിങ്ങളുടെ പ്രയാസം എന്താണ്? നിങ്ങളുടെ നൊമ്പരം എന്താ? ഈ റജബിൽ നിങ്ങൾ കരയാൻ പാടില്ലല്ലോ. അള്ളാനെ ഓർത്തിട്ടാണെങ്കിൽ കരഞ്ഞോ, അള്ളാന്റെ കലാമിനെ ഓർത്തിട്ടാണെങ്കിൽ കരഞ്ഞോ, അള്ളാഹുവിന്റെ കലാമിന്റെ വാക്കുകളെ ഓർത്തിട്ടാണെങ്കിൽ കരഞ്ഞോ. അതല്ലാതെ നീ കരയല്ലേ, നീ വിഷമപ്പെടല്ലേ, നീ ദുഃഖിക്കല്ലേ. നമ്മൾ ഈ ചൊല്ലിയിട്ടുള്ള പവിത്രമായ ഈ ദിക്ർ ഈ റജബിൽ നമ്മൾ ചൊല്ലിയത് മോളെ വെള്ളിയാഴ്ചയാണ്. അതുകൊണ്ട് ഈ വെള്ളിയാഴ്ചയില് ഒരുപാട് പവർ നിനക്ക് വരും. അസർ നിസ്കാരത്തിന് മുമ്പ് നീ ചൊല്ലിപ്പോയാ നിനക്ക് പവറാണ്. ചൊല്ലുമോ? രണ്ടുപേരും ചൊല്ലിയിട്ട് ദുആ ചെയ്തപ്പോ പടച്ചവനെ ആരാണെന്നറിയില്ല. ഒരാള് കടന്നു വന്നിട്ട് സമ്പത്ത് കൊടുത്തിട്ട് പറയാ, ഞാൻ കടന്നു പോകുമ്പോ എനിക്ക് ഹദിയ ചെയ്യാൻ
ചെയ്യാൻ തോന്നിയപ്പോ എനിക്ക് നിങ്ങളുടെ വീടാണ് അള്ളാഹു കാണിച്ചു തന്നത്, അതുകൊണ്ടാണ് തന്നെയെന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, ജീവിതത്തിന്റെ സങ്കടങ്ങളും ജീവിതത്തിന്റെ ദുഃഖങ്ങളും ജീവിതത്തിന്റെ പ്രയാസങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിക്കൊടുത്തെങ്കിൽ ഇന്നത്തെ ദിവസം നമ്മൾ ചൊല്ലാൻ പോകുന്ന ദിക്റിന്റെ പവറാണ്. കടയില്ലാത്തവരുണ്ടാവോ? ഈ ഇരിക്കുന്നവരിൽ എന്റെ കൂട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരന്മാരെല്ലാവരും പറയും, ഉസ്താദേ വല്ലാത്ത കടത്തിലാണ്, വല്ലാത്ത കടത്തിലാണ്, വല്ലാത്ത സങ്കടത്തിലാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ സങ്കടങ്ങളും ആ കടങ്ങളും എല്ലാം മാറിപ്പോകാൻ ഈ പരിശുദ്ധമാക്കപ്പെട്ട ഈ ദിക്ർ ചൊല്ലിയാ മതി. ഈ ദിക്റില്ലാ മതി. ബഹുമാനപ്പെട്ട ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എല്ലാവരും ചൊല്ല്. അല്ലാഹ് തീരോ പേരും തുതിയും സ്വലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാംബർ ആലം ഉടയവൻ ഏകൽ അരുളാലേ ആയേ മുഹമ്മദ വർഗീലയാണോവർ. അല്ലാഹ് തിരു പേരും തുതിയും സ്വലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാംബർ ബിൽ കുതുബിർ റബ്ബാനി വൽ ഗൗതി സമദാനി നജ്ജിനാ മിൻ കുല്ലി ആഫാതി യാ അല്ലാഹ്. അല്ലാഹ് തിരു പേരും തുതിയും സ്വലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാംബർ. മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ ഒരാൾ കടന്നു പോവുകയാണ്. പരിശുദ്ധമായ റജബാണ്. റജബിന്റെ പൗരുഷ എപ്പോഴെന്ന് അറിയുമോ? അത് വെള്ളിയാഴ്ചയാണ്. ചോദിച്ചു, തങ്ങളെ ജീവിതത്തിന് ഒരുപാട് സങ്കടമുണ്ട്, ജീവിതത്തിന് ഒരുപാട് ദുഃഖമുണ്ട്, ജീവിതത്തിന് ഒരുപാട് അവലാദികളുണ്ട്, അതുകൊണ്ട് തങ്ങളെ ജീവിതത്തിന്റെ കഷ്ടപ്പാടുകളെല്ലാം അല്ലാഹു മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് പഠിപ്പിക്കുമോ എന്ന് പറഞ്ഞു കൊടുക്കുന്ന സമയമുണ്ടല്ലോ, അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തത് ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മൗജൂദു ഫീ കുല്ലി സമാൻ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മഅബൂദു ഫീ കുല്ലി മകാൻ. ഇനി നമുക്കൊരു വെള്ളിയാഴ്ച കിട്ടുമോ എന്ന് പറയാൻ കഴിയില്ല. റജബിന്റെ ഒന്നാമത്തെ വെള്ളി ഇന്നത്തെ ദുആക്ക് ഉത്തരമുണ്ട്. ജുമുഅ നിസ്കാരം കഴിഞ്ഞ് മഗ്രിബിന്റെ ടൈം വരെ നിങ്ങൾ നല്ലതുപോലെ ചൊല്ലിക്കൊണ്ട് വരികയാണോ? നിങ്ങൾ പോലും അറിയാത്ത വഴികളിലൂടെ അല്ലാഹു നിങ്ങൾക്ക് സന്തോഷം ചൊരിയും, അല്ലാഹു നിങ്ങൾക്ക് ആനന്ദം ചൊരിയും. അത് വേണ്ടാന്ന് പറഞ്ഞിരുന്ന പിന്നെ കിട്ടൂല. ഒരുപാട് സന്തോഷങ്ങളും ഒരുപാട് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള ആ വിളിയാളങ്ങളും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് തരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആരാ ഇത് പഠിപ്പിക്കുന്നത്? മഹാനായ ഉസ്മാൻ സൗദത്ത് റളിയല്ലാഹു തആല അൻഹുവാണ്. അതിമഹത്തായ ഒരു ദിക്റാണ്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ അവസാനം ഞാൻ ശിഹാബ് ഉസ്താദ് ഇവിടെ ചൊല്ലും. ഇന്നീ പറഞ്ഞിട്ടുള്ള ഈ ദിക്ർ ഇന്ന് വെള്ളിയാഴ്ചയാണ്, റജബിന്റെ ഒന്നാമത്തെ വെള്ളിയാഴ്ച. മഹാരഥന്മാരായ സൂഫിയാക്കൾ ഇന്നത്തെ ദിവസം ഈ ദിക്ർ ചൊല്ലിക്കൊണ്ടാണ് കടന്നു പോയിട്ടുള്ളത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മളിത് ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ അവൻ പോലും അറിയാതെ, അതിന് ആണാണെങ്കിൽ ആണാകട്ടെ, പെണ്ണാണെങ്കിൽ പെണ്ണാകട്ടെ, അവര് പോലും അറിയാതെ അവരുടെ ജീവിതത്തിൽ അല്ലാഹു എല്ലാ സങ്കടങ്ങളും മാറ്റിയിട്ട് അല്ലാഹു നിഅമത്തിന്റെ ആനുകൂല്യത്തിന്റെ പെയ്മഴകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അല്ലാഹു ചൊരിക്കാൻ പോവുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇന്നലെ പോലും പറഞ്ഞത് റജബുൻ ശഹറുല്ലാഹ്, ഇത് അല്ലാഹുവിന്റെ മാസമാണ്. ഈ ഒരു പവിത്രമായ മാസത്തിൽ നിങ്ങൾ എന്തെല്ലാം ദുആ ചെയ്തോ, ഇനി അടുത്ത ഒരു വെള്ളിയാഴ്ചയെ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. അടുത്ത
അടുത്തവർ വെള്ളിയാഴ്ചയെ നമുക്ക് സംസാരിക്കാൻ പറ്റുകയുള്ളൂ. അടുത്തവർ വെള്ളിയാഴ്ചയെ നമുക്ക് സന്തോഷകരമായിട്ട് കടന്നു പോകാൻ പറ്റുകയുള്ളൂ. അടുത്തവർ വെള്ളിയാഴ്ച എന്റെ സഹോദരങ്ങളെ, സഹോദരിമാരെ, നിങ്ങൾ ജീവിച്ചിരുന്നെങ്കിലേ നിങ്ങൾക്കത് ചൊല്ലാൻ പറ്റുമെന്ന് പറയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമയത്ത് ഞാനിവിടെ ചൊല്ലിത്തരാൻ പോവുകയാണ്. ഞാൻ ഇത് ചൊല്ലിത്തരാൻ പോവുകയാണ്. നല്ലതുപോലെ മനസ്സിലാക്കി ഞാൻ ചൊല്ലിത്തരും. നിങ്ങളത് ചൊല്ലിയാൽ നിങ്ങൾക്ക് വല്ലാത്ത പവറാണ്. അത് വേണ്ടാന്ന് പറഞ്ഞിരുന്നാൽ പിന്നെ കിട്ടൂല. അതുകൊണ്ടാണ് നല്ല നീയത്തോടെ, നല്ല മനസ്സോടെ അൽഹംദുലില്ലാഹ് എല്ലാവരും ഒന്ന് ചൊല്ലുമോ? നല്ല മനസ്സോടെ ഞാൻ ചൊല്ലാൻ പോവുകയാണ്. ഞാൻ ചൊല്ലിക്കഴിയുമ്പോ ശിഹാബ് ഉസ്താദ് ചൊല്ലും. അത് കേട്ട് എല്ലാവരും ചൊല്ലണം. എല്ലാവരും ചൊല്ല് ലാ ഇലാഹ ഇല്ലല്ലാഹു അൽ മൗജൂദു ഫീ കുല്ലി സമാൻ ലാ ഇലാഹ ഇല്ലല്ലാഹു അൽ മഅബൂദു ഫീ കുല്ലി മകാൻ ലാ ഇലാഹ ഇല്ലല്ലാഹു അൽ മദ്കൂറു ബികുല്ലി ലിസാൻ ലാ ഇലാഹ ഇല്ലല്ലാഹു അൽ മഅറൂഫു ബിൽ ഇഹ്സാൻ ലാ ഇലാഹ ഇല്ലല്ലാഹു കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ ലാ ഇലാഹ ഇല്ലല്ലാഹു അൽ അമാൻ മിൻ സവാലിൽ ഈമാൻ വമിൻ ഫിത്നത്തിശ് ശൈത്താൻ യാ ഖദീമൽ ഇഹ്സാൻ കം ലക അലൈനാ മിൻ ഇഹ്സാൻ ഇഹ്സാനുകൽ ഖദീം യാ ഹന്നാനു യാ മന്നാനു യാ റഹീമു യാ റഹ്മാനു യാ ഗഫൂറു യാ ഗഫാറു ഇഗ്ഫിർ ലനാ വർഹംനാ വഅന്ത ഖൈറുർ റാഹിമീൻ. അല്ലാഹുവേ, നിങ്ങൾ എത്ര ഭാഗ്യമുള്ളവരാണ്. ഇത് ചൊല്ലിയ പെങ്ങളെ, സഹോദരങ്ങളെ, നിങ്ങൾ എത്ര ഭാഗ്യം സിദ്ധിച്ചവരാണെന്നറിയുമോ? കാരണം എല്ലാവർക്കും ലഭിക്കാത്തൊരു കാര്യമാണ്. നിങ്ങളിത് കേട്ടുകൊണ്ടിരുന്ന് എന്നോടൊപ്പം ചൊല്ലിയവരാണ്. അല്ലാഹുവേ, നീ നഷ്ടപ്പെടുത്തല്ല റബ്ബേ, നീ പാഴാക്കല്ല അല്ലാഹ്. ഈ പവിത്രമായി പോരിശേറിയ ഈ ദിക്ർ റജബിന്റെ 1-ാമത്തെ വെള്ളിയാഴ്ചയിൽ എന്റെ മുത്തു മുഅ്മിനീങ്ങൾ ചൊല്ലി അല്ലാഹ്, അവരെ നീ ഒരിക്കലും ഒരു ദാരിദ്ര്യത്തിലും പെടുത്തല്ലേ അല്ലാഹ്. ഒരുപാട് പുണ്യങ്ങൾ നമ്മളെ പോലും അറിയാതെ നമുക്ക് വന്നു ചേരാനുള്ള അമൂല്യമായൊരു ദിക്റായി നമ്മൾ പോലും അറിയില്ല. നിങ്ങൾ അറിയാത്ത വഴികളിലൂടെ നിങ്ങൾക്ക് ഒരുപാട് പുണ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. ഒരുപാട് ആനുകൂല്യങ്ങൾ, സന്തോഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ അകക്കാമ്പിലേക്ക് വരും, അല്ലേ? എന്നാ നിങ്ങൾക്കറിയുമോ പെങ്ങന്മാരെ, നിങ്ങളുടെ പലരുടെയും ഭർത്താക്കന്മാര് വിദേശത്താണ്. അവരെല്ലാവരും അവിടെ നിന്ന് എരിപരി കൊള്ളുന്ന വെയിലത്ത് കിടന്നുകൊണ്ട് ജോലി ചെയ്യുന്നവരാണ്. മക്കളെ കെട്ടിച്ചേക്കാൻ പ്രായമായല്ലോ, അതുകൊണ്ട് ഇരുന്നാ പറ്റൂല എന്ന് പറഞ്ഞ് പ്രവാസ ലോകത്ത് പോയവരാണ്. അല്ലാഹുവേ, പാവ
പാവപ്പെട്ട എത്രയോ പ്രവാസികളെ സങ്കടത്തിലും വിഷമത്തിലും ദുഃഖത്തിലും ദുരിതത്തിലുമായി അവര് കഴിഞ്ഞുകൂടുമ്പോഴും പെങ്ങളെ ഇന്നത്തെ ഈ വരത്തെ ദിവസം നിങ്ങൾ ഈ പവിത്രമായ ദിക്ർ ചൊല്ലിയിട്ട് ദ്വാരന്നാൽ അല്ലാഹു ഒരിക്കലും നിങ്ങളെ കൈവിടില്ല. ഇല്ലേ ഇല്ലേ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ ദുആ ചെയ്യും ഉസ്താദ് ഏതോ ലോകത്തിരുന്നു കൊണ്ട് ദുആ ചെയ്യുന്നു ഇല്ലേ ഇല്ലേ. അപ്പൊ പിന്നെ എങ്ങനെ നമ്മുടെ കാര്യം അല്ലാഹു എളുപ്പാക്കുക? നമ്മളിപ്പോ ഓൺലൈനിൽ കൂടെ ആമീൻ പറഞ്ഞാൽ നമുക്കെല്ലാം ഉണ്ടാവോ? നിയത്തു നല്ലതെങ്കിലെന്തും ചെയ്യടോ, തൗഫീഖ് പിന്നിൽ നിന്നു തള്ളി തരുമടോ. നമ്മുടെ നീയത്തൊന്നാണ്, നമ്മുടെ ആഗ്രഹവും അല്ലാഹുവിനറിയാം. ആ ആഗ്രഹം മനസ്സിൽ നീയത്ത് വെച്ച് നിങ്ങൾ ചൊല്ലിയാല്, നിങ്ങൾ ആമീൻ പറഞ്ഞാല് നിങ്ങളുടെ കാര്യം അല്ലാഹു എളുപ്പമാക്കും. ഞാൻ ഇനി ഏത് ലോകത്തായിക്കോട്ടെ, നിങ്ങളുടെ മനസ്സനുസരിച്ചിട്ടാണ് പ്രതിഫലം. അതുകൊണ്ട് അല്ലാഹുവേ ഈ പരിശുദ്ധമായ ഈ പവിത്രമായ മജ്ലിസിൽ സംഗമിച്ച ഒരാളെയും നീ പാഴാക്കല്ല റബ്ബേ, ഒരാളെയും സങ്കടപ്പെടുത്തല്ല അല്ലാ. അതുകൊണ്ട് ജീവിതത്തിൽ അല്ലാഹു നമുക്ക് തന്ന ഏറ്റവും വലിയ നിഅമത്താണ് പരിശുദ്ധമായ റജബ്. ഈ റജബിന് നിങ്ങൾ പോലും എണ്ണിയാൽ തീരാത്ത അത്രത്തോളം മഹത്വമുണ്ട്, അത്രത്തോളം മഹത്വമുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ചൊല്ല് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി വസല്ലിം. പരിശുദ്ധമാക്കപ്പെട്ട ഈ റജബിന്റെ മഹത്വം കൊണ്ട് ഞങ്ങളെ മുഴുവനും നീ രക്ഷപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ കരുണക്കടലായ റബ്ബേ, വെള്ളിയാഴ്ച ജുമുഅ നിസ്കാരം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ട് ഞങ്ങൾ ഇവിടെ നിന്റെ ഖുർആൻ പറഞ്ഞതാണ്. ഞങ്ങളെ തട്ടല്ല റബ്ബേ, ഞങ്ങളെ സ്വീകരിക്കാതിരിക്കല്ല റബ്ബേ, ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. മരിക്കുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ പ്രവാചകർ കിടന്നുറങ്ങുന്ന പവിത്രമായ പരിശുദ്ധമായ ആ മദീനത്ത് ഞങ്ങളെ എത്തിക്കണേ അല്ലാ. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്കേ ഹബീബേ നബിയേ തണി അനുരാഗമാണെന്റെ ത്വാഹ നബി. കരളാണു കുളിരാണ് അജബാണവർ, മനമിന്റെ കുളിരിന്റെ പൂവാണവർ. അതുകൊണ്ട് 10 സ്വലാത്ത് നമുക്ക് ചൊല്ലാമല്ലോ. അത് ചൊല്ലിയിട്ട് ഇൻഷാ അല്ലാഹ് ഈ റജബിന്റെ നമ്മൾ ഇവിടെ നിന്ന് ദുആ ചെയ്ത് പിരിയാൻ പോവുകയാണ്. എല്ലാവരും ഇത്രയും നേരം ഇരുന്നവർ നല്ല മനസ്സോടെ നമ്മുടെ കൂടെ ചൊല്ലുമോ? എല്ലാവരും ഒന്ന് ചൊല്ലുമോ? അസ്സലാത്തു, സ്വലാത്തും സലാമുമാണ് ഇതിൽ ചൊല്ലുന്നത്. എല്ലാവരും ചൊല്ലണം. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. പുണ്യമേറും റജബിൻ നാളിൽ ഒരുമിച്ചല്ലോയ റബ്ബനാ, കൈകൾ നീട്ടുന്നു മുത്തിൻ ചാരത്ത് എത്തിക്കാനും വിധിയേകല്ലാ. അസ്സലാത്തു വസ്സലാമു
عليك يا رسول الله الصلاة والسلام عليك يا حبيب الله കാരുണ്യക്കടൽ താരമാണേ മദീന വാഴും റസൂലുള്ളാഹ് കരമോകൾ നീട്ടി കണ്ണീരാണെന്റെ ഖൈറായുള്ള ഹബീബുല്ലാഹ് അസ്സലാത്തു വസ്സലാമു عليك يا رسول الله الصلاة والسلام عليك يا حبيب الله അറിവിന്റെ മലർ അജബായുള്ളോര് ആമ്പൽ പോവല്ല അതിലും മേൽ സൗന്ദര്യമാണ് പുന്നാരത്താഹ തിങ്കളോരെയൊന്ന് കാണുവാൻ അസ്സലാത്തു വസ്സലാമു عليك يا رسول الله الصلاة والسلام عليك يا حبيب الله ആമീന ഉമ്മ പോറ്റിയ തങ്ക താരമേ ഹബീബോ അല്ലാഹ് അറിവിന്റെ കൂടം മഹമൂദർ ത്വാഹ സയ്യിദേ മണിനൂറുല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു والسلام عليك يا حبيب الله ചൊല്ലി ഞങ്ങൾ മണിമൊത്തേനോറെ കാണുവാനെന്നു ആശയായി അജബുകൾ തീർത്ത ത്വാഹാവിൻ മണ്ണിൽ എത്തിച്ചീടാനും വിധിയല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ حبيب الله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل وسلم على رسولك سيدنا وحبيبنا محمد അല്ലാഹുവേ കരുണക്കടലായ അല്ലാഹ് ഈ സമയം ഈ മജ്ലിസിന് വേണ്ടി ചിലവഴിച്ചവരാരാണോ അവരെ മുഴുവനും നീ സ്വീകരിക്കണേ അല്ലാഹ് അവരെ മുഴുവനും നീ കബൂലാക്കണേ അല്ലാഹ് അവരെ നീ ഇഷ്ടപ്പെടണേ അല്ലാഹ് അല്ലാഹുവേ അവരുടെ ജീവിതത്തിൽ അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാഹ് ഈ സമയം അവർ സെലക്ട് ചെയ്തു അവർ ഇതിനു വേണ്ടി സമയം കണ്ടെത്തിയിട്ട് അവർ കടന്നു വന്നിരുന്നു അല്ലാഹുവേ അവരാ കണ്ടെത്തിയ സമയത്തിന് പകരം ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ് രോഗങ്ങൾ കൊടുക്കല്ല അല്ലാഹ് സങ്കടങ്ങൾ കൊടുക്കല്ല അല്ലാഹ് വിഷമങ്ങൾ വെക്കല്ല അല്ലാഹ് ദുഃഖങ്ങൾ വെക്കല്ല പടച്ചവനെ അല്ലാഹുവേ ക്യാൻസർ പോലത്തെ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്
അപസ്മാരത്തെ തൊട്ട് കാക്കണേ അല്ലാ. കൈകാലുകളെ തളർന്നു പോകുന്ന ഒരു രോഗത്തെ തൊട്ട് കാക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ പലരുടെയും പ്രിയപ്പെട്ട ഉപ്പമാരുമ്മമാര് അല്ലാ ഖബറിലാണ് പടച്ചോനെ. അല്ലാഹുവേ ഈ ഉള്ള വെള്ളിയാഴ്ചയുടെ ബറക്കത്ത് കൊണ്ട്, ഈ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ അവരുടെയൊക്കെ ഖബറിടങ്ങളെ പ്രകാശത്തിന്റെ വീടാക്കണം അല്ലാ. അല്ലാഹുവേ പ്രിയപ്പെട്ട ഒരുപാട് സഹോദരിമാര് ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു. അവരുടെ ജീവിതം കച്ചവടമാണെങ്കിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ, ബറക്കത്ത് കൊടുക്കണേ അല്ലാ, ബറക്കത്ത് കൊടുക്കണേ അല്ലാ. പ്രവാസികളാണെങ്കിൽ അവരുടെ പ്രയാസങ്ങളെ മാറ്റണേ അല്ലാ. കൊളസ്ട്രോൾ പോലെ, ഷുഗർ പോലെ, അപസ്മാരം പോലെ, വെരിക്കോസ് പോലെ പലരും പല രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് പടച്ചോനെ. അല്ലാഹുവേ അവരുടെയൊക്കെ പ്രയാസങ്ങളെ മാറ്റണേ അല്ലാ, സങ്കടങ്ങളെ മാറ്റണേ അല്ലാ, ദുഃഖങ്ങളെ മാറ്റണേ അല്ലാ, കഷ്ടപ്പാടുകളെ മാറ്റണേ അല്ലാഹുവേ. യാ അല്ലാ കടങ്ങളുള്ളവരുണ്ട് പടച്ചോനെ, മരിക്കുന്നതിന് മുമ്പ് കടങ്ങളെ വീട്ടിക്കൊടുക്കണേ അല്ലാ. പടച്ചോനെ കടമിട്ട് മരിപ്പിക്കല്ലേ അല്ലാ. അല്ലാഹുവേ അംഗവൈകല്യമുള്ള മക്കളെ തരല്ല റബ്ബേ. ഞങ്ങൾക്ക് തന്ന മക്കൾക്ക് നല്ല ബുദ്ധിയുള്ള മക്കളാക്കി തരണേ അല്ലാ. മക്കളില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് സഹോദരിമാരുണ്ട് അല്ലാഹുവേ. അവർ കാണും പെണ്ണുമായ മക്കളെ കൊടുക്കണേ അല്ലാ, ആണും പെണ്ണുമായ മക്കളെ കൊടുക്കണേ അല്ലാ. കണ്ണിന് കുളിർമയുള്ള മക്കളെ കൊടുക്കണേ അല്ലാ. വിവാഹം ശരിയാകണമെന്ന് പറഞ്ഞ സഹോദരന്മാര് സഹോദരിമാരുമുണ്ട് അല്ലാഹുവേ. അവർക്ക് അനുയോജ്യരായ ഇണകളെ കൊടുക്കണേ അല്ലാ. അല്ലാ ഞങ്ങൾ പറഞ്ഞതും ഞങ്ങൾ കേട്ടതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ വഴിയോരത്ത് കടത്തി മരിപ്പിക്കല്ല അല്ലാ. നാൽക്കാലികൾ ചത്തുപോകുന്നത് പോലെ പോകുന്നൊരവസ്ഥ തരല്ല റബ്ബേ. അല്ലാ ഞങ്ങളുടെ ഖബർ പോലും സന്തോഷിപ്പിക്കണേ അല്ലാ. പടച്ച റബ്ബേ ആകാശം പോലും തേങ്ങിക്കരയുന്ന അല്ലാഹുവേ ആളുകൾ ഞങ്ങളെ മരിച്ചാ ഞങ്ങളെ പറ്റി നല്ലത് പറയുന്ന മരണം തരണേ അല്ലാ. ഞങ്ങൾ മരിച്ചാലും ഞങ്ങളെ പറ്റി മോശപ്പെടുത്തുന്നൊരു മരണം തരല്ലേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ നാവ് സൂക്ഷിക്കാനുള്ള മനസ്സ് തരണേ പടച്ചവനെ. ഒരു മനുഷ്യനെ പറ്റി ഫിത്നയും ഗീബത്തും പറയുന്ന നാവ് നമുക്ക് തരല്ല പടച്ചവനെ. അങ്ങനെ ഗീബത്തും ഫസാദുകളും പറഞ്ഞിട്ട് ഞങ്ങൾക്കാകപ്പാടുള്ള നിസ്കാരങ്ങൾ അതുപോലും പൊളിഞ്ഞു പോകുന്നൊരവസ്ഥ വരും. അങ്ങനെയുള്ള ചതികളെ പറ്റി നമ്മളെയൊക്കെ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളുടെ മജ്ലിസിൽ വന്ന ശിഹാബ് ഉസ്താദിനും കുടുംബത്തിനൊക്കെ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. ഈ പരിപാടിയുടെ ലിങ്ക് കിട്ടിയാൽ എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുന്ന ഒരുപാട് സഹോദരിമാര് സഹോദരന്മാരുണ്ട് അല്ലാ. അവർക്ക് സ്വർഗത്തിലേക്ക് മിന്നൽ വേഗത്തിൽ കടന്നു പോകാൻ നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ അല്ലാ. ഇന്ന് 2:30 പറഞ്ഞപ്പോ ആവേശത്തോടെ വന്ന ഉമ്മമാര് ചെറുപ്പക്കാര് ഉപ്പമാര് അവരെ നീ സ്വീകരിക്കണേ അല്ലാ. ഇൻഷാ അല്ലാ നാളെയും ഇതേ ടൈമിൽ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോ അല്ലാഹുവേ ഞങ്ങളുടെ മജ്ലിസിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.